എത്ര ദിവസം കിട്ടി പ്രാക്ടീസ് ചെയ്യാൻ? 4 ദിവസം. 4 ദിവസം. ഓക്കെ. എന്തായാലും കഴിഞ്ഞ ലെവലിൽ പാട്ടൊക്കെ പാടിയാ പോയത്. അപ്പം എല്ലാവരും എന്താ പറഞ്ഞത്? കുഴപ്പമില്ലായിരുന്നില്ല എന്ന് പറഞ്ഞു. ആണോ? ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് കമന്റ്സ് ചോദിക്കാം. സുധാ മാം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് ഗണപതിന്റെ ഒരു സോങ് ആയിരുന്നു. ബപ്പ മോറിയ എന്ന് പറഞ്ഞാൽ ഗണപതിയാണ്. അതെ. സോ എവിടെയും നിങ്ങളുടെ കൊറിയോഗ്രഫിയിൽ ഒരു റെഫറൻസ് പോലും ഗണപതിന്റെ ഒരു റെഫറൻസ്, ഒരു ഫോർമേഷൻ, ബിക്കോസ് ഗ്രൂപ്പ് ആയിരുന്നു. You could have easily taken some formation of a Ganapati. അതിപ്പോൾ ഭയങ്കര ഒരു കോമൺ കൊറിയോഗ്രഫിയാണ്. അത് നിങ്ങൾ എവിടെയും യൂട്ടിലൈസ് ചെയ്തില്ല. ഒരു റെഫറൻസ് ഈതർ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ എൻഡിൽ ടു ഗിവ് എ കൾമിനേഷൻ. ബപ്പ മോറിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗണപതി. 1. സെക്കൻഡ്, പ്രോപ്പർട്ടീസ് യൂസേജസിൽ ലേസിം മഹാരാഷ്ട്ര ഫോക്ക് എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര ബപ്പ മോറിയ ഇസ് ബേസിക്കലി മഹാരാഷ്ട്ര. സോ ലേസിം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ദാറ്റ് ബിഗ് റൗണ്ട് പ്ലേറ്റ്സ്, അതൊക്കെ ഡിഫറെൻ്റ് ഒരു വേരിയേഷൻ യു കുഡ് ഹാവ് ഗോട്ട് ഇൻ കൊറിയോഗ്രഫി. ബിക്കോസ് നിങ്ങളുടെ കൊറിയോഗ്രഫി ഫ്രം ദ ബിഗിനിങ് ടു ദി എൻഡ് സെയിം ആയിരുന്നു. അബ്സല്യൂട്ട്ലി നോ ചേഞ്ച് ഇൻ യുവർ കൊറിയോഗ്രഫി. പിന്നെ തേർഡ്, ലിറിക്സ് അത്രയും സ്ട്രോങ് ലിറിക്സ് ആയിരുന്നു. ബിക്കോസ് ഗ്രൂപ്പ് വാസ് ഡാൻസിങ്. സോ മോൻ അറ്റ്ലീസ്റ്റ് ആ ലിറിക്സ് വേർഡ്സ് വരുമ്പോൾ ഭയങ്കര സ്ട്രോങ് എക്സ്പ്രഷൻ ചെയ്യുന്ന ലിറിക്സ് ആയിരുന്നു. അതൊക്കെ മിസ് ഔട്ട് ചെയ്തു. മോനും ഗ്രൂപ്പ് പോലെ സെയിം ഡാൻസിങ് ചെയ്തു. സോ ആ ഡിഫറൻസ് കിട്ടിയില്ല ബിറ്റ്വീൻ യു ആൻഡ് ദി പാർട്ടിസിപ്പൻസ് ആൻഡ് ദ ഗ്രൂപ്പ്. പിന്നെ ഗ്രൂപ്പ് ലാസ്റ്റ് 4 points നിങ്ങൾ യൂസ് ചെയ്തു. ദാറ്റ് വാസ് വെരി ഗുഡ്. പക്ഷെ അവിടെ ഒരു പ്രോപ്പർട്ടി വെച്ച് അവിടെ എന്തെങ്കിലും യു കുഡ് ഹാവ് കൊറിയോഗ്രാഫ് ദർ. സോ കുറേ അങ്ങനെ പോയിന്റ്സ് നിങ്ങൾ മിസ് ഔട്ട് ചെയ്തു. നിങ്ങളുടെ കൊറിയോഗ്രാഫർ, നിങ്ങളുടെ ഡാൻസിങ് അല്ല ഞാൻ പറയുന്നു, നിങ്ങളുടെ ഡാൻസിങ് നന്നായിരുന്നു. ചെറുതായി ചെറിയ മിസ്സസ് ആയിരുന്നു. പക്ഷെ ഓവറോൾ എനിക്ക് കൊറിയോഗ്രഫി കുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ. സോ ഓവറോൾ എനിക്ക് അത്ര ഒരു ഇംപ്രസീവ് പെർഫോമൻസ് പോലെ എനിക്ക് തോന്നിയില്ല. ഡു സംതിങ്, കൊറിയോഗ്രാഫേഴ്സ് അടുത്ത് പറയണം, ഡു സംതിങ് ഡിഫറെന്റ് ആൻഡ് നൈസ്. ഒരു വിഷ്വൽ ബ്യൂട്ടി, ഡാൻസിങ് പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കണം. റൈറ്റ്? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുധാ മാം. ശാന്തി മാസ്റ്റർ, നല്ലൊരു കാണാൻ നല്ലൊരു ഗ്രാൻഡ് പ്രസൻറ്റേഷൻ ആയിരുന്നു. ഗ്രാൻഡ് എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം, പിന്നെ നല്ല ഓഡിയോ ത്രൂ ഔട്ട് നമുക്ക് കളിക്കാനുള്ള ഒരു നല്ല ഓഡിയോ സപ്പോർട്ട്. അപ്പം അങ്ങനെ ആ ഒരു ഓഡിയോ ആൻഡ് ദിസ് കോസ്റ്റ്യൂം ഗ്രൂപ്പ് എല്ലാം നന്നായിരുന്നു. ഡാൻസ് ത്രൂ ഔട്ട് ഡാൻസ് ചെയ്തു. എല്ലാവരും ഒരേപോലെ ഒരേ സ്റ്റെപ്സ് എല്ലാവരും ഡാൻസ് ചെയ്തു. ഇതൊക്കെ ഒരു സൈഡ്. കൊറിയോഗ്രാഫി തീർച്ചയായിട്ടും ഇതേ കാട്ടിലും ഒരു കോമ്പറ്റീഷൻ അനുസരിച്ചിട്ടുള്ള കൊറിയോഗ്രാഫി ആക്കണമായിരുന്നു. കോർഡിനേഷൻ മിസ് ഔട്ടായി. പഠിക്കാനുണ്ട്, ഇന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എല്ലാവർക്കും. ശ്രീഹരി ഭയങ്കര സ്പീഡ് കാരണമാണ്. എന്താ കാരണം എനിക്ക് അറിഞ്ഞോളാ മോനു. ക്ലൈമാക്സിൽ, അതായത് ടുവേർഡ്സ് ദി എൻഡിൽ മോനത് ഒരു മൂമെൻ്റ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചുമ്മാ ഒരു ഓട്ടം. ആൻഡ് നത്തിങ് ഇൻട്രസ്റ്റിംഗ്. ആ ഒരു സ്റ്റെപ്സിൽ തന്നെ നത്തിങ് ഇൻട്രസ്റ്റിംഗ്. മോർ ടു ഗോ കണ്ണ. വർക്ക് ഹാർഡ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മാസ്റ്റർ. നൗ അജു ചേട്ടാ. മോനെ ശ്രീഹരി, കാഴ്ചയ്ക്ക് ഗംഭീരമായിരുന്നു നിങ്ങളെല്ലാവരും കാണാൻ. ആദ്യം തന്നെ പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണല്ലോ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. ഒരു പരിധിവരെ എന്നെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. മാസ്റ്റേഴ്സ് 2 പേരും കറക്റ്റായിട്ടാണ് പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം അതെന്താണെങ്കിലും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. കാര്യം ഇതൊന്നും അല്ല ഒന്നിൻ്റെ അവസാനം. എല്ലാവരും ഇനി എനർജറ്റിക് ആയിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയണം, നിങ്ങളുടെ സോങ് സെലക്ഷൻ പിന്നെ നിങ്ങളുടെ ഈ അപ്പിയറൻസ്, അത് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് മാസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് തോന്നി ഒരു കോർഡിനേഷൻ എന്നാന്ന് തോന്നുന്നു അതിന് പറയുന്നത്. യെസ്, അതും എനിക്ക് തോന്നിയിരുന്നു. ഒന്നും പേടിക്കണ്ട. ഇതൊക്കെ എത്രയോ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ എല്ലാവരും അല്ലേ ടോപ്പ് ലെവലിലെത്തുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ആയിട്ട് എടുത്താൽ മതി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ശ്രീഹരി, മാർക്സ് ചോദിക്കാം അല്ലേ? സുധാ മാം 6.5 on 10. താങ്ക് യു മാം. ശാന്തി മാസ്റ്റർ 7 on 10. താങ്ക് യു മാസ്റ്റർ. ആൻഡ് ചേട്ടാ 8.5. താങ്ക് യു ചേട്ടാ. ശ്രീഹരി, യു ഗോട്ട് 22 on 30. കുഴപ്പമില്ലാത്ത മാർക്കാണ്. ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ടല്ലേ? അതിന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്തോ?
ചെയ്തോ. അതിന് ഇതൊന്നും പോരാ, ഇന്നെക്കാട്ടിലും നല്ല മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി ജോസ്കോ സൂപ്പർ ഡാൻസർ ജൂനിയർ 6 ഒരു കുഞ്ഞു ബ്രേക്ക്. സ്റ്റേ ട്യൂൺ ടു ജോസ്കോ സൂപ്പർ ഡാൻസർ ജൂനിയർ 6 പവർഡ് ബൈ കാഡ്ബറി ഓറിയോ. ഒന്നാം സമ്മാനം നേടുന്ന ജോസ്കോ